السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين ലമ്മ. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായി എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്, നീ ഹസിലാക്കണേ അല്ലാഹ്, നീ ഹസിലാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഈ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ചിട്ടം വെക്കുന്നവർ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവര്, ഈ 5:35 ഈ പ്രഭാത മജ്ലിസിൽ പങ്കെടുക്കുന്നവരല്ലോ, നീ കൊയക്കല്ലേ അല്ലാഹ്, നീ തളർത്തല്ലേ അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ അല്ലാഹ്. ഞങ്ങൾ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, നമ്മളെ വിളിക്കുന്ന ഉപ്പാപ്പമാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ അവരെ തളർത്തല്ലേ അല്ലാഹ്, നീ അവരെ കൊയക്കല്ലേ അല്ലാഹ്, അവരെ നീ പരാജിതരിൽ പെടുത്തല്ലേ അല്ലാഹ്, ഈ മജ്ലിസ് കാണുന്നവരെ പരാജിതരിൽ പെടുത്തല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് മഹത്താക്കപ്പെട്ട മജ്ലിസാണ്, ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്, നമ്മൾ ചൊല്ലുന്ന ദിക്റിനെ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. പവിത്രമാക്കപ്പെട്ട ശവ്വാൽ മാസത്തിലെ 11ാമത്തെ ദിവസത്തിലാണ് മുഅ്മിനീങ്ങളെ നാം നിലകൊള്ളുന്നത്. 11ാമത്തെ പകലിൽ ഈ മഹത്താക്കപ്പെട്ട മാസത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി കൂട്ടമായി നമുക്ക് ദുആ ചെയ്യണം. ദുആ ആണ് എൻ്റെ മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടത്. അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധമാണ്, പരിചയമാണ് ഇത്. ദുആ മുഅ്മിനിന്റെ പരിചയമാണ്. അതിനെ കൊണ്ട് എന്ത് പ്രയാസങ്ങൾ നമുക്ക് തടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദിക്റുകൾ ചൊല്ലി ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഇരിക്കണം. കുറേ ആളുകൾ ദുആ വസിയത്തുകൾ നമ്മൾ വായിക്കാറുണ്ട്, എഴുതാൻ അറിയാത്തവർ എനിക്ക് വിളിച്ചു പറയാറുണ്ട് ഞങ്ങളെ ദുആ ചെയ്യണം. അവരൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് ഈ ദുആഇനെയാണ്. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമ്മൾ കൂട്ടമായി ദുആ ചെയ്യണം. നമ്മളെ മജ്ലിസിനെ പറ്റി പറയുന്നത്, മുഷിപ്പില്ലാത്ത രീതിയിൽ കുറച്ച് ദിക്റുകൾ, തബറുക്കിന് വേണ്ടി ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ദുആ മുറാദുകൾ, ദുആ വസിയത്തുകൾ വായിച്ച് പിന്നീട് കൂട്ടമായുള്ള ദുആ, പെട്ടെന്ന് കഴിയുന്ന, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള മജ്ലിസാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇന് വലിയ ഉത്തരം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആഇന് വലിയ ഉത്തരം നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയാവും. ദിക്ർ ചൊല്ലി ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയാവും. അതാണ് നമുക്ക് ആയുധം. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഇടങ്ങേറുകൾ വരുമ്പോൾ ഒരു പരിചയം പോലെ തടുക്കണമെങ്കിൽ, നമ്മളെ പ്രയാസങ്ങൾ അകലണമെങ്കിൽ നമുക്ക് ദുആ ആണ് എല്ലാം. അല്ലാഹു ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മജ്ലിസിലേക്ക് വിളിച്ചു പറയുന്നവര്, തങ്ങളെ എൻ്റെ മകൻക്ക് ഹൈറായൊരു ജോലി ലഭിക്കാൻ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റ് ബോക്സിൽ എഴുതാൻ അറിയാത്തവര്, മക്കൾക്ക് കല്യാണം റെഡിയാവാൻ തങ്ങളെ ദുആ ചെയ്യണം. അങ്ങനെ എല്ലാവരും പറയുമ്പോൾ മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ. അല്ലാഹു ആരൊക്കെയാണോ ഏൽപ്പിച്ചത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, അല്ലാഹു വരെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നിനക്കറിയാമല്ലോ തമ്പുരാനെ, ഖോജ രാജാവായ അല്ലാഹ്, നിനക്കറിയാമല്ലോ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല.
കൂടുതലൊന്നും പറയുന്നില്ല മജ്ലിസിനെ പറ്റിയും അതിന്റെ കാര്യങ്ങളും അതെങ്ങനെയാണ് ചൊല്ലേണ്ടത്. ധാരാളം ആളുകൾക്ക് മജ്ലിസിൽ ഉത്തരം ലഭിച്ചതാണ്. അതൊക്കെ നമ്മൾ എപ്പോഴും മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ, മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ, മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ, അതുകൊണ്ട് തുടങ്ങുന്ന ആരംഭം കുറിക്കുന്ന നമ്മുടെ മജ്ലിസ്. എപ്പോഴാണ് നമ്മുടെ മജ്ലിസ് തുടങ്ങുന്നത്? ഈ പ്രഭാത സമയത്താണ് നമ്മൾ ചൊല്ലുന്നത്. പടച്ച തമ്പുരാൻ സ്വീകരിക്കാതിരിക്കുവാൻ മുഅ്മിനീങ്ങളെ പടച്ച റബ്ബ് സ്വീകരിക്കും, നമുക്ക് ഉത്തരം നൽകുമെന്ന് മുഅ്മിനീങ്ങളെ ഉത്തരം നൽകും. ഇത്രയും മഹത്താക്കപ്പെട്ട ഒരു സമയമാണ് ഈ പ്രഭാത സമയത്ത് തന്നെ മഹാന്മാരെ ഹദ്റത്തിലേക്ക് നമ്മൾ ഫാത്തിഹ വിളിക്കുകയാണ്. നമ്മളെ ദിവസത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സ്വീകരിക്കൂലേ? അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് തന്നെയാണ് മജ്ലിസിൽ ഇരുന്നു കൊണ്ട് മുറാദുകൾ ഹാസിലാക്കിയവർ അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ തമ്പുരാനെ. പിന്നീട് നമ്മൾ ചൊല്ലുന്നത് അത്ഭുതകരമായിട്ടുള്ള ദിക്റുകൾ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനം, മഹത്താക്കപ്പെട്ട ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, സ്വലാത്ത് ചൊല്ലി, ദുആ വസിയത്തുകൾ വായിച്ച്. എല്ലാ മജ്ലിസിലും നമ്മൾ വായിക്കാറുണ്ട് ദുആ വസിയത്തുകൾ. എല്ലാവരുടെ വസിയത്തും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. കാരണം മജ്ലിസ് ധാരാളം ആളുകൾ കാണുന്നതാണ്. ഒരു മുഅ്മിനായ ഒരാള്, ഒരു ആബിദായ ഒരാള്, അവരുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഅ്മിനീങ്ങളെ നമ്മളെ ദുആ മുതലായി, നമ്മളെ ഇരുത്തം മുതലായി, നമ്മളെ മജ്ലിസ് മുതലായി അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. അതാണ് പറയുന്നത് ദുആ വസിയത്തുകൾ ഇങ്ങനെ എഴുതി അറിയിക്കുക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. നമ്മൾ മജ്ലിസിലേക്ക് കടക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വിളിക്കുന്ന ഫാത്തിഹ എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഓതുക. പിന്നീട് മഹാന്മാരെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ ഇഖ്ലാസോടുകൂടി ഓതുക. പിന്നീട് ചൊല്ലുന്ന ദിക്റുകൾ എൻ്റെ കൂടെ ചൊല്ലാം. ഇസ്തിഗ്ഫാർ, ദിക്റുകൾ, സ്വലാത്ത്, ദുആ വസിയത്തുകൾ വായിക്കുന്ന സമയത്ത് ആമീൻ പറയാം. എല്ലാവരും മജ്ലിസിൽ ഇരുന്ന ആൾ ഒരിക്കലും പിന്തിരരുത്. കാരണം നിങ്ങൾ ദുആ വസിയത്തുകൾ എഴുതി അറിയിച്ചിട്ടുണ്ടാകും. ആ ദുആ അവർക്ക് ചെയ്യുന്ന സമയത്ത് ആമീൻ പറയാൻ അവരില്ലെങ്കിലോ, ദുആ വസിയത്തിൽ എഴുതി അറിയിച്ച ആൾ ആമീൻ പറയാനില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ മജ്ലിസിലെ ദുആ വസിയത്തിൽ അറിയിച്ചവർക്ക് വേണ്ടി നാളെ ദുആ ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ അറിയിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പെട്ടെന്ന് ദുആ ചെയ്യും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا
وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاي بدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
آمين آمين وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلندي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة من ماتوا منا خاصة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أرحم الراحمين يا തമ്പുരാനെ ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കണേ അല്ലാഹ് വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ് ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹു
അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ തഅലീലിനെ സ്വീകരിക്കണം അല്ലാഹ് ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ് അവരെ ഖബറിലേക്ക് ഈ തഹ്ലീലിനെ എത്തിക്കണം അല്ലാഹ് ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് ഈ തഹ്ലീലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ ഹസിലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുണ്ട് നീ ഹസിലാക്കണം യാ ഹയ്യു യാ ഖയ്യൂം 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 അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്തുണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശം നീ സഫലീകരിക്കണം അല്ലാഹ് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ് ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ് നീ എളുപ്പമാക്കണം അല്ലാഹ് ലക്ഷക്കണക്കിന് കടമുള്ളവർ കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ് ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് നീ നൽകല്ല അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ് നീ തീർത്ത് നൽകണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ أستغفر الله العظيم 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 أستغفر الله العظيم
അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്, ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണേ അല്ലാഹ്, ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ. എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല്. ഒരു തബറുക്കിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല്. കൂടുതലൊന്നുമില്ല ഒരു 11 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാഹ്, നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ്. ഒരു വീടില്ലാത്തവര്, വീടിന് കൊതിക്കുന്നവർ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാഹ്. തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ്. അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ധാരാളം രോഗികൾ മജ്‌ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം നൽകല്ലേ അല്ലാഹ്, ട്യൂമർ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ. മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ. പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ടനുഭവിക്കുന്നവർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 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 റഹ്മാൻ റഹീമീനായ തമ്പുരാനേ ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്, അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്‌ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്, ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل
على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي അർഹമുർറഹീമീനായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് നീ എത്തിക്കണേ അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ് അർഹമുർറഹീമീനായ അല്ലാഹ് ധാരാളം സഹോദരിമാർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ് നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ് ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ലോ അല്ലാഹ് സ്തനത്തിന്റെ ഭാഗത്ത് മുയവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലോ നീ കൊടുക്കല്ലോ ഒരു മജ്ലിസിന് ഹൃദയത്തോട് വെച്ച് വെക്കുന്നവരാണ് ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങള് എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് നീ കൊയക്കല്ലോ നീ തളർത്തല്ലോ അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിൽ കുറച്ച് ദുആ വസിയത്തുകൾ വായിക്കാം. കുറച്ച് ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി ദുആ ചെയ്യാം. അവരൊക്കെ പ്രതീക്ഷിക്കുന്ന ഈ മജ്ലിസിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ദുആ വസിയത്തുകൾ എഴുതി അറിയിക്കുന്നത്. എല്ലാ മജ്ലിസിലും എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ വസിയത്തുകൾ വായിക്കാറുണ്ട്. എഴുതിയവരുടെ ദുആ വസിയത്തുകൾ വായിച്ചവർക്ക് ദുആ ചെയ്യാറുണ്ട്. നമ്മൾ ഈ ദുആ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആബിദായ അല്ലാഹുവിനെ ഭയക്കുന്ന ഒരാൾ നമ്മളെ മജ്ലിസ് കാണുന്നുണ്ടെങ്കിൽ അവർ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ദുആക്ക് മുതലായില്ലേ, നമ്മൾ എഴുതി അറിയിച്ചത് മുതലായില്ലേ നിങ്ങളെ അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്, എല്ലാ പ്രതിസന്ധികളും മാറ്റി തരണേ അല്ലാഹ് എന്നൊരു ദുആ. അല്ലാഹുവിനെ മാറ്റി കൊടുക്കണേ അല്ലാഹ് യാ അല്ലാഹ് ഇന്ന് റമദാൻ പോലെ ജീവിക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് മുറാദുകൾ ഹാസിലാകാനും വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാനും റാഹത്തിനും സന്തോഷത്തിനും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, റാഹത്തിനാക്കണേ അല്ലാഹ്, അവർക്ക് ജീവിതത്തിൽ ഐശ്വര്യം നിറച്ചു കൊടുക്കണേ അല്ലാഹ്. എൻ്റെ ഉമ്മയുടെ ആങ്ങളമാർ പിണക്കത്തിലാണ്, ഉമ്മ വിഷമത്തിലാണ്. പിണക്കം മാറാനും ഒത്തൊരുമയിൽ കഴിയാനും ഞങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ അല്ലാഹുവേ ഐക്യം നിലനിർത്തണേ അല്ലാഹ്, അവരെ ഇടയിൽ അല്ലാഹുവേ സ്നേഹം നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, ഐക്യം നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹു എന്ത് പ്രയാസം ഉണ്ടെങ്കിലും മാറ്റി കൊടുക്കണേ അല്ലാഹ്. തങ്ങളുപ്പ ഞാൻ എന്നും ഈ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്, സമാധാനമാണ്. ഉപ്പാപ്പ ഒരുപാട് മുറാദുകൾ ഹസിലാവാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ അവരെ പ്രയാസങ്ങളും അവരെ മുറാദുകളും നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്. പേരക്കുട്ടികൾക്ക് രോഗം മാറാനും ഹോസ്പിറ്റലിലാണ്, കഫക്കെട്ടാണ്, എത്രയും പെട്ടെന്ന് അസുഖം പെട്ടെന്ന് മാറാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ നീ ആജിലായ കാമിലായ ശിഫാ നീ ആ പൊന്നു മക്കൾക്ക് നീ കൊടുക്കണേ അല്ലാഹ്. എൻ്റെ മക്കളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തീരുവാൻ ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ജോലി ശരിയാവാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ ഹൈറായൊരു ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്, ദുആയിൽ ഉൾപ്പെടുത്തണേ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. മകന്റെ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം ഉസ്താദേ. അല്ലാഹുവേ ഹൈറായൊരു ഇണയനി അടുപ്പിക്കണേ അല്ലാഹ്, കടങ്ങൾ വീടാൻ ദുആ ചെയ്യണം ഉസ്താദേ. അല്ലാഹുവേ അല്ലാഹുവേ എത്ര കടമുണ്ടെങ്കിലും അല്ലാഹു വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്.
ഉംറക്ക് പോകാൻ ആഗ്രഹമുണ്ട് ഉസ്താദ് ദുആ ചെയ്യാൻ. അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് വളരെ വിഷമത്തിലാണ്, പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹ് ഖൈറായൊരു ഭവനം നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്, നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്. തങ്ങളുപ്പ എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് പോയിട്ട് 7 ഇയറായി, വർഷമായി, ഇതുവരെ നാട്ടിൽ വന്നിട്ടില്ല. നാട്ടിൽ വരാനും കടം വീടാനും ദുആ ചെയ്യണം തങ്ങളുപ്പ. അല്ലാഹുവേ അല്ലാഹു എത്രയും പെട്ടെന്ന് അവരുടെ ഭർത്താവിനെ നീ നാട്ടിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നാട്ടിൽ വരാനുള്ള മനസ്സ് അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. കടം വീടാനും ദുആ ചെയ്യണം അല്ലാഹുവേ. എത്ര കടമുണ്ടെങ്കിലും നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. ഉംറക്ക് പോവാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്ത് നിർവഹിക്കാൻ ഈ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞാൻ ക്ലാസ് കേൾക്കുന്ന ഒരു സഹോദരിയാണ്. എൻ്റെ മക്കൾ ലേബർ റൂമിലാണ്, തങ്ങളെ ദുആ ചെയ്യണം അല്ലാഹുവേ. നീ സുഖപ്രസവം നീ കൊടുക്കണേ അല്ലാഹ്, നീ സുഖപ്രസവം നീ കൊടുക്കണേ അല്ലാഹ്. ഖൈറായ സന്താന ഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹ്. മക്കൾക്ക് SLC എക്സാം ആണ്, ഉന്നത വിജയം ഉണ്ടാവാൻ തങ്ങൾ ദുആ ചെയ്യണം അല്ലാഹുവേ. ഉന്നത വിജയം നീ കൊടുക്കണം അല്ലാഹ്. മക്കൾക്ക് പരീക്ഷയിലും പരീക്ഷണങ്ങളിലും നീ വിജയം കൊടുക്കണം അല്ലാഹ്. എൻ്റെ മകന് ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. കച്ചവടത്തിലും ജോലിയിലും നീ ബർക്കത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. തങ്ങളെ എല്ലാ ദിവസവും ഓരോരോ കാര്യം തന്നെ പറഞ്ഞ് കമന്റ് അയക്കുന്നത് കൊണ്ട് തങ്ങൾക്കൊരു മുഷിപ്പും തോന്നല്ലേ? ഒരു മുഷിപ്പുമില്ല, ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾ അയച്ചോളി, നിങ്ങളെ ദുആ വസിയത്തുകൾ എന്നും അയച്ചാലും ഒരു കുഴപ്പമില്ല. അത് വായിക്കും, അത് വായിച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്യും, ഒരു കുഴപ്പമില്ല. അതിനൊരു സമയ പ്രയാസങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ മജ്‌ലിസിൽ ഇരിക്കുന്നത് എന്തിനാണ്? നമ്മളെ ദുആയ്ക്ക് ഒരു ആമീൻ പറയാനാണ്, ദിക്റുകൾ ചൊല്ലാനാണ്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി എന്ത് ദുആ വസിയത്താണെങ്കിൽ, എന്നും ഒരു ദുആ വസിയത്താണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ മുറാദ് അല്ലാഹു ഹസ്ലാക്കി കൊടുക്കട്ടെ, എത്രയും പെട്ടെന്ന് ഹസ്ലാക്കി കൊടുക്കട്ടെ. മഹാന്മാരായ ഔലിയാക്കൾക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്ന ദിക്റിന്റെ മജ്‌ലിസ് ആയതുകൊണ്ട് പ്രതീക്ഷയുണ്ട് തങ്ങളെ, ധാരാളം മുറാദുകളുണ്ട് തങ്ങളെ. മകന്റെ ലൈസൻസ് എളുപ്പത്തിൽ പാസ്സായി കിട്ടാൻ ഇന്നും ദുആ വസിയത്ത് ചെയ്യുന്നു, മറക്കല തങ്ങളെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ആ പൊന്നു മകൻക്ക് ഖൈറായ രീതിയിൽ അല്ലാഹ് ആ ലൈസൻസ് ടെസ്റ്റിൽ നീ വിജയിപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് ലൈസൻസ് നീ കരങ്ങളിൽ നീ എത്തിക്കണേ അല്ലാഹ്. ആ പൊന്നു മകന്റെ കരങ്ങളിൽ നീ എത്തിക്കണേ അല്ലാഹ്. എന്നും മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ് അല്ലാഹ്. റഹ്മാനുർ റഹീമീനായ അല്ലാഹ് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, തീർത്തു കൊടുക്കണേ അല്ലാഹ്. മകനക്ക് ഖൈറായ ജോലി കിട്ടാനും തറപ്പണി എത്രയും പെട്ടെന്ന് തുടങ്ങാനും തങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ തമ്പുരാനെ. പേരക്കുട്ടികൾക്ക് 2 ആൾക്ക് കണ്ണിന് കാഴ്ചയില്ല, കണ്ണാട വെക്കാറാണ്. കണ്ണട ഒഴിവാക്കാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ നീ കാഴ്ച ശക്തി നീ കൊടുക്കണേ അല്ലാഹ്, കാഴ്ച ശക്തി നീ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ അടുത്തേക്ക് ഭർത്താവ് വന്നിരുന്നു. ചെറിയ മകന് 4 മാസമായി ജോലിയില്ല, കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹുവേ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. മോൾക്ക് എക്സാമിൽ വിജയം കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണം. അല്ലാഹുവേ ഈ വലിയ വിജയം നീ കൊടുക്കണേ അല്ലാഹ്. ഒരു ജോലി ലഭിക്കാൻ തങ്ങളെ ദുആ ചെയ്യണം. അല്ലാഹുവേ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്നും എല്ലാവരും മജ്‌ലിസിൽ പങ്കെടുക്കുക, എല്ലാവരുടെ ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ് വായിക്കും. എന്നും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓരോരോ ദുആ വസിയത്തുകൾ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യും. ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന മജ്‌ലിസാണ്. ഈ മജ്‌ലിസിനെ മറ്റുള്ളവരിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിക്കുക. അതിന്റെ ഒരു പ്രചാരകർ നിങ്ങളാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളാണ് ഇതിന്റെ പ്രചാരകർ. ഒന്നും ആഗ്രഹിച്ചിട്ടാവരുത്, ഒന്നും ആഗ്രഹിച്ചിട്ടല്ല, മറ്റുള്ളവർ ചൊല്ലട്ടെ എന്ന നിലക്ക് മാത്രം. മജ്‌ലിസിനെ വളർത്തേണ്ടത് നിങ്ങളാണ്. മറ്റുള്ളവർ ദിക്ർ ചൊല്ലട്ടെ, വേറെ ഒന്നുമില്ലല്ലോ. നമ്മുടെ മജ്‌ലിസിൽ ദിക്ർ ചൊല്ലുക, ദുആ ചെയ്യുക, ദിക്ർ ചൊല്ലുക, ദുആ ചെയ്യുക. ആ ദിക്ർ കൊണ്ട്, മജ്‌ലിസിൽ ചൊല്ലുന്ന ദിക്ർ കൊണ്ട് അവരുടെ മുറാദുകൾ ഹാസിലാവട്ടെ.
അവരെ പ്രയാസം കരകയറട്ടെ എന്ന നിലക്ക് എന്നൊരു നല്ലൊരു ബോധ്യത്തോടു കൂടി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ അവർ ചൊല്ലുന്നതിന്റെ കൂലി, അതിന്റെ പകുതി കൂലി നിങ്ങൾക്കാണ്. നിങ്ങളെ അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. നമുക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്, നമ്മളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്. ഒരു ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ ദുആ ചെയ്യുക. ആമീൻ എടുക്കുക, ആമീൻ എടുക്കുക. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക്
ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല അല്ലാ. റൗഡികളാക്കല്ല അല്ലാ, തമ്മാടികളാക്കല്ല അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാ നീ തട്ടി മാറ്റല്ല അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഖൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ.
ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഈ കാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണല്ലോ. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ, ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണല്ലോ, വിശാല നൽകണല്ലോ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസ
ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്കമുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.